അറിഞ്ഞു. അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും എനിക്ക് പറയാനും പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഘം ഗ്രൂപ്പിൻ്റെ പ്രസക്തിയെപ്പറ്റി ഞാൻ ചിന്തിച്ചു. പ്രൊഫഷണൽ സിംഗേഴ്സ് ജനറലി തിങ്ക് ദേ ആർ ദി അൾട്ടിമേറ്റ്. അവരാണ് വലിയ ആളുകൾ. സാധാരണക്കാരാണ് എന്തൊക്കെ അവശ്യത്തിൽ പാടും കഴിവെന്നുള്ളവരുടെ സമയങ്ങൾ. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രൊഫഷണൽ സിംഗേഴ്സിന് ഉണ്ടാകാം. ഞാൻ അത് വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്. ഒരു തോട്ടത്തിൽ പല പല ചെടികൾ ഉണ്ട്. ആ പല പല ചെടികളുടെ ഇടയിൽ നിന്നാണ് ഒരു വലിയ ചെടി. ആ പല പല ചെടികൾ ഇല്ലെങ്കിൽ ആ വലിയ ചെടി ഉണ്ടാകാൻ സാധ്യതയില്ല. In other words, amateur singers ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഫഷണൽ സിംഗർ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഉദാഹരണത്തിന് എൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ വലിയ അങ്ങേറ്റത് പാട്ടുകാരോ സംഗീതജ്ഞരൊന്നുമില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ ആംഗളമാരെ ഫോട്ടോ വെച്ചിൽ അറിയപ്പെടുന്ന പാട്ടുകാരായിരുന്നു എന്ന് എൻ്റെ അമ്മാവൻ പറഞ്ഞിരുന്നു. പക്ഷേ അവരൊക്കെ നിങ്ങളെപ്പോലെ ആമേച്ചർ സിംഗേഴ്സ് ആയിരുന്നു. അങ്ങനെ പല പല ചെടികളുടെ ഇടയിൽ നിന്ന് ഞാൻ വളർന്നു അറിയാതെ ഒതുങ്ങിപ്പോയി. Therefore, എന്നെ സംബന്ധിച്ച് സംഘം കലാ ഗ്രൂപ്പ് is very, very important for our musical culture in India today. This is not ഒരു many പറയുന്ന വിധത്തിലല്ല. ഞാനൊരു സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടിയാണ് പറയുന്നത്. And so, സംഘം കലാ ഗ്രൂപ്പിന് all India reach. It is centered in Delhi and it has its ramifications all over the country, and Cochin chapter is being handled by this worthy Indians. I fully and totally, wholeheartedly ഇവരെ ഞാൻ പ്രശംസിക്കുന്നു, ഇവരെ ഞാൻ എടുത്തു പറയുന്നു, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ വന്നിങ്ങനെ നിങ്ങളെല്ലാവരും കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഗോപകുമാർ സാറിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്തതായി വിളിക്കാം.